ഹലോ വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമ്മളൊരു സാറ്റർഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിലൊന്നും പോകേണ്ട അവധി ദിവസം ആയതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ വിചാരിച്ചു ഇന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം, 4 കേക്ക് ചെയ്യാനുണ്ട്. എന്നാൽ പിന്നെ വീഡിയോ എടുത്ത് തകർക്കാമെന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ കിടന്നുറങ്ങിയത് തന്നെ. അങ്ങനെ 5:30 ആയപ്പോൾ എഴുന്നേറ്റു. ഒരു 6:30 വരെ കിടന്നുറങ്ങണം എന്നായിരുന്നു കേട്ടോ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നും എണീറ്റ് അതൊരു ശീലമായിപ്പോയി. അങ്ങനെ 5:30ക്ക് എണീറ്റു. 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ബേക്കിംഗ് തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഈ കറണ്ട് നമുക്ക് എപ്പോഴും പണി തരുന്നതുകൊണ്ട് ബേക്കിംഗ് അങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി സമാധാനമുണ്ട്. അങ്ങനെ ഞാനൊരു 8 മണിയൊക്കെ ആവുന്ന സമയമായപ്പോഴേക്കും ഇത്രയും ബേക്കിങ്ങും തീർത്തു. നമ്മളിത് ചെയ്യുന്നത് 4 കേക്കാണ്. ഒരു 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായി കാണുന്നത്. അത് 6 ഇഞ്ച് പാനലിൽ നമ്മൾ 4ആയിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ പറയുന്ന കേക്കുകൾ, ഇനി ഞാൻ പറയാൻ പോകുന്ന കേക്കെല്ലാം ഒറ്റ കസ്റ്റമറിന് വേണ്ടിയിട്ടാണ്. ഈ 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക്, ഒരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ്, പിന്നെ ഒരു 1 kg വാനില കേക്ക്. അത് കൂടാതെ എക്സ്ട്രാ ഒരു 1 kg വാനില കേക്കും കൂടി നമുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം പറഞ്ഞ ഈ 3 സെറ്റ് നമുക്കൊരു 3:30-4 മണിക്ക് കൊടുക്കണം എന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. മറ്റേ കേക്ക് പിന്നെ ഒരു 6-6:30 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടോൾ കേക്ക് തന്നെയാണ്. കാരണം ആ കേക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഈ 3 കേക്ക് നാളെ സൺഡേക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ. ഞാൻ മാക്സിമം ശ്രമിച്ചു നാളെ ആക്കാനായിട്ട്. ആളൊരു തരത്തിൽ സമ്മതിക്കുന്നില്ല. എന്നാൽ പിന്നെ അത് ചെയ്ത് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ 2 kg വൈറ്റ് ഫോറസ്റ്റിലേക്ക് പോവാണ്. ഇതിൻ്റെ ഒരു ഫില്ലിങ് എപ്പോഴും നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടാണ് നിങ്ങൾ. ചോക്കോ ചിപ്സും അതേപോലെ തന്നെ ചെറീസൊന്നും ഒരുപാട് അരിഞ്ഞിടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഞാൻ എല്ലാ ലെയേഴ്സിലൊന്നും ഇടാറില്ല. കാരണം അതൊരു വല്ലാത്തൊരു ഒത്തിരി സുഖമില്ല അത് കഴിക്കാനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നട്ട്സ് ഇടും കേട്ടോ ഞാൻ. അതൊക്കെ ഓപ്ഷണലാണ്. എനിക്കതൊന്നും ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ 8 ലെയർ മടക്കി വെച്ചിട്ടുണ്ട്. അടുക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് കേക്കിനൊരു ചെരിവ്. അത്ഭുതപ്പെടേണ്ട. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് കണ്ട നമ്മുടെ പിസയിലെ ചെരിഞ്ഞ ഗോപുരം പോലെ തന്നെ ആ ഷേപ്പും ആ സൈസും എല്ലാം കണ്ട ഒരു മിനിയേച്ചർ ഫോം പോലെ ഉണ്ടായിരുന്നു. നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചാൽ ഈ കേക്ക് നമ്മുടെ സെറ്റായി നമ്മുടെ നേരെ നിർത്താനൊക്കെ നമുക്കറിയാം. അങ്ങനെ ആ കേക്കിനെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് അടുത്ത പണിയെന്ന് പറയുന്നത് നമ്മുടെ 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. എന്താണെന്നറിയില്ല, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അതിൻ്റെ കളർ കോമ്പിനേഷനാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കിയൊക്കെ കാണാനായിട്ട്. ആ ബ്ലാക്കും റെഡും വൈറ്റും എല്ലാം കൂടി വരുമ്പോൾ നല്ല രസമാണ് എനിക്കത് കാണാൻ. വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനായിട്ട്. അങ്ങനെ അത് നമ്മളൊരു 6 ഇഞ്ച് പാനിൽ 3 ലെയറായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം കസ്റ്റമൈസ്ഡ് കേക്കാണ്. ഇന്നത്തെ 4 കേക്ക് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷൻ മനസ്സിൽ മുഴുവനുണ്ട്. അങ്ങനെ നമ്മൾ ആ കേക്കും കൂടി റെഡിയാക്കുന്നു. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് 1 kg വാനില കേക്കാണ്. അത് നമ്മൾ 7 ഇഞ്ച് പാനിലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വാനില കേക്ക് പൊതുവെ ആരും ഫില്ലിങ്സ് ഒന്നും കൊടുക്കാറില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ആദ്യകാലത്തൊക്കെ അങ്ങനെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സൊക്കെ വാരിയിടും. എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് കേക്ക് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് പ്ലെയിൻ മതി, വേറെ ഒന്നും വേണ്ടാന്ന് പറയുന്നവർക്ക് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കത്തുള്ളൂ. അല്ലാത്തവർക്കെല്ലാം ഞാൻ ഇച്ചിരി ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ ആ 3ാമത്തെ കേക്കും റെഡിയാക്കി ആ 3 നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു. എനിക്ക് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത ഈ പരിപാടിയാണ് ക്രീം ബീറ്റിങ്. ഈ 4ാം കേക്ക് ചെയ്യാൻ എടുത്തപ്പോഴാണ് ക്രീമില്ല. പിന്നെ ഞാൻ പതുക്കെ കുറച്ച് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴുണ്ട് നമ്മുടെ ക്രീം ഇച്ചിരി കട്ടയായിട്ടായിരിക്കുന്നത്. അതെന്നാൽ കുറച്ച് നേരം മെൽട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ കേക്കൊക്കെ ഒന്ന് പതുക്കെ കുത്തി ഇളക്കുന്നുണ്ട്. പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടോ, ഈ സ്റ്റാൻഡ് മിക്സർ മേടിച്ച ശേഷം നമ്മൾ ഒരുപാട് സമയലാഭം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു അന്ന് മേടിച്ച സ്റ്റാൻഡ് മിക്സർ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ റിവ്യൂവും കൂടി പറഞ്ഞേക്കാം. പെർഫെക്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് പണി കുറവുണ്ട്. കൈക്കൊക്കെ കുറച്ച് റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം അതവിടെ ഇരുന്ന് ബീറ്റ് ആയിക്കോളും. പിന്നെ നമ്മളത് ഒന്നുകൂടി എടുത്ത് ഹാൻഡ് മിക്സർ എടുത്തിട്ട് കളർ ചേർത്ത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്റ്റിഫ്നെസ് വരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ സംശയമൊക്കെ തീർന്നല്ലോ. അപ്പം നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്ന ക്രീം എന്ന് പറയുന്നത് പ്രിസ്റ്റീനാണ്. പൊതുവേ എനിക്ക് പ്രിസ്റ്റീനോട് താല്പര്യമില്ല കേട്ടോ. കുറച്ചൊക്കെ ഇഷ്ടമുള്ളൂ. കൂടുതൽ ഇഷ്ടം ഫിയോണയോട് തന്നെയാണ്. പക്ഷേ ഫിയോണ ചിലപ്പോൾ ചതിക്കും. കാരണം ചില സമയത്ത് ഈ ഫിയോണ മേടിച്ചുകൊണ്ട് വന്നാണ്ടല്ലോ ഇതിൻ്റെ അടിവശം ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ക്രീം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്റ്റിഫാകാതെ വരും, പെട്ടെന്ന് മെൽട്ടാകും. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു സെറ്റ് തീരട്ടെ. കാരണം കടയിലിരിക്കുന്ന സെറ്റിന് ഏതായാലും ആ ടൈപ്പേ വരത്തുള്ളൂ. ഈ ഫിയോണയ്ക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഡയറി പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു. ഇനി പുതിയ സെറ്റ് വരുമ്പോഴേ ഞാൻ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പ്രിസ്റ്റീനോ ചാമ്പ്യനോ ഒക്കെ ഞാൻ എടുക്കാറ്. ഇത് രണ്ടും വലിയ കുഴപ്പമുണ്ടെന്നല്ല, എനിക്ക് പൊതുവേ കുറച്ച് ഇഷ്ടം അതാണ്. കാരണം ഇതിന് ഇച്ചിരി മധുരം കൂടുതലും, പിന്നെ ഇതിൻ്റെ ഒരു മണം എനിക്ക് അത്ര ഇഷ്ടമല്ല. ഫിയോണ പക്ഷേ കുറച്ചുകൂടി നല്ല രസമാണത് ഹാൻഡിൽ ചെയ്യാനൊക്കെ. അങ്ങനെ ആ വാനില കേക്കും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമ്മളൊരു സൂപ്പർമാൻ തീമിലാണ് ചെയ്യുന്നത് കേട്ടോ.
നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സൂപ്പർമാൻ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു ലുക്കാണ്. വാനില കേക്കാണെങ്കിൽ ആവശ്യത്തിലധികം ചോക്കോ ചിപ്സൊക്കെ ഇട്ട് ഞാൻ ഇതിന് ഇച്ചിരി റിച്ച് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ 4 ലെയറായിട്ട് നമ്മൾ ആ കേക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മനസ്സിലുണ്ടാകുന്ന കാര്യം മുഴുവൻ ആ 2 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. അതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈനാണെങ്കിലും കുറച്ചൊക്കെ എൻ്റെ ഇഷ്ടത്തിനും കൂടി ചെയ്തോ എന്ന് പറഞ്ഞൊരു ഡിസൈനാണ്. അവർക്ക് മെയിനായിട്ട് വേണ്ടത് അതിൻ്റെ ഒരു കളറാണ്. ആ കുഞ്ഞാവയുടെ ഉടുപ്പൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ കളർ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ട് എന്താണെന്നറിയോ പ്രശ്നം, നമ്മൾ ഒരു തവണ ആ കളറൊക്കെ ചെയ്തെങ്കിൽ മറന്നു പോകും ഈ കളർ എങ്ങനെ മിക്സ് ചെയ്തെടുത്തെന്നുള്ളത്. കാരണം എക്സാക്റ്റ് കളറൊന്നും നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല. ഫുള്ള് മിക്സ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് കളർ മിക്സിങ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ കളർ മിക്സിങ് ഓർക്കത്തില്ല പലപ്പോഴും, എന്നാലും പറഞ്ഞൊക്കെ കൊടുക്കും. എനിക്ക് ഇച്ചിരി വരയ്ക്കുന്ന ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് ഈ കളർ മിക്സിങ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പോട്ടെ, ഇത് നമ്മുടെ വാനില കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് ചെരിഞ്ഞ ഗോപുരത്തിന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചെരിഞ്ഞ ഗോപുരം അല്ല കേട്ടോ, ഇപ്പോൾ ആൾ സെറ്റായിട്ടുണ്ട്, ആൾ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇവനെ ഞാനൊന്ന് ശരിക്കും നേരെ പിടിച്ച് സെറ്റാക്കിയ ശേഷം ഒരു ചെറിയ ഭാഗത്ത് ഇച്ചിരി ക്രീം കുറവുണ്ടോ എന്നൊരു ഡൗട്ട്, അവിടെ കുറേ ക്രീമൊക്കെ വരുത്തിച്ച് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ഓഫ് വൈറ്റ് ആൻഡ് കുട്ടിയുടെ ഉടുപ്പിൻ്റെ ഡ്രസ്സാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ നല്ല ഭംഗിയില്ലേ, ഇങ്ങനെയൊക്കെ ആക്കി എടുത്ത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർഫ്ലൈയുടെ കാര്യം ഓർത്തപ്പോഴാണ് കേട്ടോ. ബട്ടർഫ്ലൈ നമ്മുടെ DTDCയിൽ വന്ന് കിടക്കുന്നേ ഉള്ളൂ, ഇതുവരെ പോയി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ബട്ടർഫ്ലൈനെയും പോയി ആളെയൊക്കെ വിട്ട് ഞാൻ എടുപ്പിച്ചു കേട്ടോ. അങ്ങനത്തെ ഈ ഒരു കളറൊന്നും എനിക്ക് പൂക്കളും കിട്ടിയില്ല, ഫോക്സ് ബോൾസ് കിട്ടിയില്ല, എല്ലാം ഞാൻ ഒപ്പിച്ചതാണ്, കളർ തേച്ച് ഒപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ ഈ സംഭവം റെഡിയാക്കി. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് റെഡിയാക്കാൻ പോവാം. ഈ ഒരു ഡിസൈൻ ഞാൻ പണ്ടേ ചെയ്തിട്ടുണ്ട്, അന്ന് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. എയർ ഹോൾസ് ആയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടവർക്കറിയാം. പക്ഷേ ഈ ഒരു കേക്കും എനിക്ക് അങ്ങനെ തന്നെ പണി കിട്ടി, എയർ ഹോൾ അല്ലെന്നേ ഉള്ളൂ. കാരണം ഈ കേക്ക് ഉണ്ടല്ലോ, ഇത് 2 ഡിസൈനും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി കൺഫ്യൂഷനായിരുന്നു ചെയ്യാൻ. കാരണം ഈ ഒരു കേക്കിൻ്റെ ഡിസൈനും ഈ കേക്കിൻ്റെ കളറും വേണമെന്നൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ പരിപാടി ചെയ്തുകൊണ്ടിരുന്നപ്പം വരാൻ പോകുന്ന പണി ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല കേട്ടോ, പേരെഴുതി കുളമാക്കിയിട്ടുണ്ട് നല്ല രീതിക്ക്. കാരണം എനിക്ക് ഈ പേരെഴുത്ത് അത്ര അങ്ങോട്ട് ശരിയാവാറില്ല കേട്ടോ, പലപ്പോഴും പണി കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കേക്ക് ഡിസൈൻ പണ്ടേ എനിക്ക് എയർ ഹോൾ വെച്ച് പണി തന്നു. ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വന്നപ്പോൾ അത് പേരെഴുതി കുളമാണ് ചെയ്യുന്നത്. അതിൻ്റെ തെറ്റെൻ്റെ ഭാഗത്തും ഉണ്ട്. കാരണം ഗണാഷ് അത്ര സെറ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഗണാഷേ കുറച്ച് സൂക്ഷിക്കണം ചെയ്യുമ്പോഴേ. കാരണം എനിക്ക് ഒന്നാമത് ധൃതിയും കൂടി കൂടിയപ്പം ഞാൻ അതും വെച്ച് എഴുതിയപ്പോഴാണ് എനിക്ക് പണി കിട്ടിയത്. പിന്നെ ചിലവരല്ല, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ പൈപ്പിംഗ് ജെല്ല് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ആ മെനക്കെടാൻ മടിയായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. ഇന്ന് ഏകദേശം കണ്ടല്ലോ, ഹാപ്പി എഴുതാൻ നോക്കിയത്, അത് ആകെപ്പാടെ കുളമായിപ്പോയി. പിന്നെ ഞാൻ അത് ആകെ വലിച്ച് മാറ്റി അടുത്ത ക്രീം വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ആകെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുകൾ വശം ഒരു വേവി പാറ്റേൺ ആണല്ലോ, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്മൂത്തായിട്ട് ഇല്ലാത്തൊരു ഡിസൈൻ ആയതുകൊണ്ട് പിന്നെ ചെയ്യാനായിട്ട് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു, എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ആ ക്രീമിലേക്ക്, ഈ ഓറഞ്ച് ക്രീമിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ച ഗണാഷ് മിക്സ് ചെയ്തിട്ടൊരു ചോക്ലേറ്റ് ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പിന്നെ പേരെഴുതിയത് കേട്ടോ. പിന്നെ പേരെഴുതിയപ്പോൾ ഓക്കെ ആയിരുന്നു, കേക്ക് പണിയൊന്നും തന്നില്ല, അത് സെറ്റായി കഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത ആ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷനും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബീഡ്സ് ആ കുഞ്ഞിൻ്റെ ഉടുപ്പ് നോക്കിയിട്ടാണ് ഞാൻ ബാക്കി കളേഴ്സും ആ ബീഡുകളൊക്കെ കൊടുത്തത്. അങ്ങനെ അത് റെഡിയാക്കി ഞാൻ കസ്റ്റമറിന് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് അത് പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. സെക്കൻഡ് കേക്കും നമ്മൾ പേരൊക്കെ എഴുതി ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് അതിനെ അങ്ങോട്ട് പാക്ക് ചെയ്യും. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ വാനില കേക്ക്. ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ ആ സമയത്ത് എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു. പിന്നെ നമ്മുടെ 4ാമത്തെ കേക്ക്, ഈ 3 കേക്ക് ഞാൻ കൊണ്ട് ഡെലിവറി ചെയ്തു കേട്ടോ, ടൗണിൽ തന്നെ കൊണ്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ 4ാമത്തെ കേക്കിലേക്ക് പോകുന്നത്, ഇവനാണ് നമ്മുടെ താരം. ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ കേക്ക് കാണാനായിട്ട്. സൂപ്പർമാൻ തീമിലുള്ളൊരു കേക്കാണ് കേട്ടോ. ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു. നമ്മൾ കുറച്ച് സ്കൈ ബ്ലൂ ആയിട്ടാണ് ചെയ്യുന്നത്, കാരണം ഒരുപാട് ഡാർക്ക് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ റെഡിയായി. പിന്നെ ഇനി പാത്രം കഴുകും പരിപാടിയൊക്കെ കിടക്കുവാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇന്നത്തെ വർക്ക്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.